ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ആഗസ്റ്റ് 3 നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ 7 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇത്തവണ ഫസ്റ്റ് എൻ്റർ ചെയ്തത് ഒരു കോമണറാണ്. തൃശ്ശൂരിൽ നിന്നുള്ള അനീഷാണ് കേട്ടോ ഇത്തവണത്തെ ഫസ്റ്റ് കണ്ടസ്റ്റൻറ്റ്. ഇദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷം ഗവൺമെൻറ് ജോലി കിട്ടി. ഇപ്പോൾ ഗവൺമെൻറ് ജോലിയിൽ നിന്നും 5 വർഷത്തെ ലീവ് എടുത്ത് ബിഗ് ബോസിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 5 വർഷത്തിലെ 2 വർഷത്തെ ലീവിന് ശേഷം തന്നെ നമ്മുടെ ബിഗ് ബോസിലേക്ക് പുള്ളിക്ക് എൻട്രി കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ തൃശ്ശൂരിൽ നിന്നുള്ള അനീഷാണ് നമ്മുടെ ഇത്തവണത്തെ ഫസ്റ്റ് കണ്ടസ്റ്റൻറ്റ്. നമ്മുടെ രണ്ടാമത്തെ കണ്ടസ്റ്റൻറ്റ് വരുന്നത് ആക്ടറും ആങ്കറുമായിട്ടുള്ള അനുമോളാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അനുമോളെ പരിചയം നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക് എന്നുള്ള ഷോയിൽ കൂടെ ആയിരിക്കും. അങ്ങനെ സ്റ്റാർ മാജിക്കിലൂടെ ഫേമസ് ആയിട്ടുള്ള അനുമോളാണ് നമ്മുടെ സെക്കൻഡ് കണ്ടസ്റ്റൻറ്റ്. മൂന്നാമത്തെ കണ്ടസ്റ്റൻറ്റ് ആക്ടറും മോഡലുമായിട്ടുള്ള ആര്യൻ കഥൂരിയാണ്. ആര്യൻ്റെ പേരൻസ് പഞ്ചാബികളാണെങ്കിലും ആര്യൻ ജനിച്ചതും വളർന്നതുമെല്ലാം കൊച്ചിയിലാണ്. ഫാലിമി, വടക്കൻ പോലെയുള്ള മലയാളം മൂവീസിലും ആര്യൻ അഭിനയിച്ചിട്ടുണ്ട്. നാലാമത്തെ കണ്ടസ്റ്റൻറ്റ് കോഴിക്കോട് നിന്നുള്ള കലാഭവൻ സരികയാണ്. ആക്ടറും സ്റ്റേജ് പെർഫോമറും മിമിക്രി ആർട്ടിസ്റ്റുമെല്ലാമാണ് സരിക. അഞ്ചാമതായി ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് തൃശ്ശൂർക്കാരനായ അക്ബർ ഖാനാണ്. പ്ലേബാക്ക് സിംഗറും മ്യൂസിക് പ്രൊഡ്യൂസറുമാണ് അക്ബർ. അക്ബർ ഇപ്പോൾ ഏഷ്യനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന മ്യൂസിക് റിയാലിറ്റി ഷോയുടെ മെൻറ്റർ കൂടിയാണ്. അടുത്ത കണ്ടസ്റ്റൻറ്റ് കോട്ടയത്ത് നിന്നുള്ള റേഡിയോ ജോക്കി ആയിട്ടുള്ള RJ ബിൻസിയാണ്. ബിൻസി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ്. അടുത്ത കണ്ടസ്റ്റൻറ്റ് ഡോക്ടറും സീരിയൽ ആക്ടറുമായിട്ടുള്ള ബിന്നി സെബാസ്റ്റ്യനാണ്. ഏഷ്യനെറ്റിലെ ഗീതാ ഗോവിന്ദം എന്ന സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്ന് ചെയ്യുന്നത് ബിന്നിയാണ്. അടുത്തതായി ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് യൂട്യൂബറും ഡാൻസറും സീരിയൽ ആക്ടറുമായിട്ടുള്ള അഭിലാഷാണ്. കപ്പിൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സാണ് അഭിലാഷും ഭാര്യ ശ്രീകുട്ടിയും. നെക്സ്റ്റ് കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റൻ്റായ റെന ഫാത്തിമയാണ്. ഏവിയേഷൻ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയും കോണ്ടന്റ് ക്രിയേറ്ററും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് റെന ഫാത്തിമ. അടുത്തതായി ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ഏഷ്യനെറ്റിലെ മുൻഷി എന്ന പ്രോഗ്രാമിലൂടെ എല്ലാവർക്കും സുപരിചിതനായ മുൻഷി രഞ്ജിത്താണ്. മുൻഷി എന്ന പരമ്പരയിലൂടെ അഭിനയത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ഇദ്ദേഹം. നെക്സ്റ്റ് കണ്ടസ്റ്റൻറ്റ് ഹിന്ദി ബിഗ് ബോസ് എക്സ് കണ്ടസ്റ്റൻറ്റും മോഡലിങ്ങും ആക്ടറും എൻ്റർപ്രണറുമായിട്ടുള്ള ജിസലാണ്. ജിസൽ മുംബൈ ബേസ്ഡ് ആണെങ്കിലും ഒരു ആലപ്പുഴക്കാരി കൂടിയാണ്. ബിഗ് ബോസ് സീസൺ 7 അടുത്ത കണ്ടസ്റ്റൻറ്റ് ഇൻ്റർവ്യൂവറും കോണ്ടന്റ് ക്രിയേറ്ററുമായിട്ടുള്ള സാരിക KB ആണ്. അടുത്ത കണ്ടസ്റ്റൻറ്റ് കുങ്കുമ പോകുന്ന സീരിയലിലൂടെ എല്ലാവർക്കും സുപരിചിതനായ സീരിയൽ ആക്ടറായ ഷാനവാസാണ്. നെക്സ്റ്റ് കണ്ടസ്റ്റൻറ്റ് കൊറിയോഗ്രാഫറും സ്റ്റൈലിസ്റ്റും ഗ്രൂമറും ഫാഷൻ കൊറിയോഗ്രാഫറുമായിട്ടുള്ള എറണാകുളത്ത് നിന്നുള്ള നെവീൻ ആണ്. അടുത്തതായി 2 പേരാണ് ബിഗ് ബോസ് ഹൗസിൽ പ്രവേശിച്ചിരിക്കുന്നത്, നൂറ ആൻഡ് ആദില. ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ലെസ്ബിയൻ കപ്പിൾസ് ബിഗ് ബോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇവർ IT ഫീൽഡിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് കൂടിയാണിവർ. നെക്സ്റ്റ് കണ്ടസ്റ്റൻറ്റ് അഡ്വക്കേറ്റും ട്രാവലറും ഫുഡ് റിസർച്ചറും ഷെഫുമായിട്ടുള്ള അഡ്വക്കേറ്റ് ഒനീലാണ്. ഫോർട്ട് കൊച്ചി ബോയ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ബിഗ് ബോസ് സീസൺ 7 അടുത്ത കണ്ടസ്റ്റൻ്റാണ് ശൈത്യ സന്തോഷ്. ശൈത്യ ഒരു അഡ്വക്കേറ്റും ഡാൻസറും കൂടിയാണ്. പാലക്കാട്ടുകാരിയാണ് ശൈത്യ. അടുത്ത കണ്ടസ്റ്റൻറ്റ് ഫോട്ടോഷൂട്ടിലൂടെയും ഷോർട്ട് ഫിലിംസിലൂടെയും ഇൻസ്റ്റാഗ്രാം വൈറൽ താരമായിട്ടുള്ള രേണു സുധിയാണ്. ഈ വർഷത്തെ ബിഗ് ബോസ് സീസൺ 7 ഫൈനൽ കണ്ടസ്റ്റൻറ്റ് അങ്കമാലി ഡയറീസ് എന്ന മൂവിയിലൂടെ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള അപ്പാനി ശരത്താണ്.